അയാളൊരു കൺവിക്റ്റ് ആണ് എന്ന് കുറച്ചെങ്കിലും പെർസെൻറ്റേജ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കാണാൻ ഒട്ടും ചാൻസ് ഇല്ല. സിനിമ നല്ലതാണോ മോശമാണോ എന്ന് പറയാമെന്നല്ല, നമ്മുടെ അഭിപ്രായം പറയാമെന്നല്ലാതെ കാണരുത് എന്ന് പറയാനുള്ളൊരു അവകാശം ഇവിടെ ആർക്കില്ല. ഇപ്പോഴും കലകളൊരു പ്രതിരോധത്തിൻ്റെ മാർഗം കൂടിയാണല്ലോ. ആ പ്രതിഷേധവും പ്രതിരോധമായിട്ട് കലകൾ മാറണം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ദിലീപിൻ്റെ സിനിമകൾ ഞാനൊരിക്കലും കാണില്ല, കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. സിനിമ നല്ലതാണെങ്കിൽ സിനിമയെ പ്രോത്സാഹിപ്പിക്കും, കൊള്ളില്ലെങ്കിൽ കുറ്റം പറയും, അത്രേ ഉള്ളൂ. അത്തരം വ്യക്തികളുടെ ചെയ്തികളെ തീർച്ചയായിട്ടും നമ്മൾ അടയാളപ്പെടുത്തണം. പറ്റുമെങ്കിൽ സിനിമ കാണരുത്. ഈ ഒരു കേസിനുള്ള ദേഷ്യം കൊണ്ട് കാണാതിരിക്കേണ്ടവർക്ക് കാണാതിരിക്കാം, പക്ഷെ കാണണം എന്നുള്ളവർക്ക് കാണാം. അതിന് പുറകിൽ വേറെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ഈ നടിയെ ആക്രമിച്ച കേസ് വിധി വന്നതിന് ശേഷം ഈ ദിലീപിന്റെ സിനിമകൾ ബാൻ ചെയ്യണം എന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ആഹ്വാനം നടക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? സിനിമ എന്ന് പറഞ്ഞാൽ അതായത് വളരെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമ ഒരാളുടെ ഒരു വസ്തുവല്ല. അത് കളക്റ്റീവ്ലി ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സാധനമാണ്. വലിയ മുതൽ മുടക്കും ഒരുപാട് പേരുടെ സമയവും പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരാളുടെ പേരിൽ റദ്ദാക്കി കളയാന്നൊക്കെ പറയുന്നത് വളരെ ഇമ്മച്ചുവർഡായിട്ടുള്ള ഡിസിഷനാണ്. ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയിൽ അഭിനയിച്ച ഒരാൾ ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കേസ് വന്നു എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കൺവിക്ഷൻ ഓക്കെ, കോടതി വിധി വന്നു, അയാൾ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതെന്ത് തന്നെ ആയാൽ പോലും ആളുകൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം ഞാൻ ഈ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ മറ്റൊരാളോട് സിനിമ നല്ലതാണോ മോശമാണോ എന്ന് പറയാമെന്നല്ല, നമ്മുടെ അഭിപ്രായം പറയാമെന്നല്ലാതെ കാണരുത് എന്ന് പറയാനുള്ളൊരു അവകാശം ഇവിടെ ആർക്കില്ല. അതങ്ങനെയാണ്. പിന്നെ ആക്ടറിന്റെ മാത്രമല്ല ആ പടം എന്ന് പറയുന്നത്, വേറെ ആൾക്കാരുടെയും നീരും ചോരയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഉണ്ടാക്കാൻ. കാണുമോ? അപ്പൊ കാണും. ഞാൻ ഫസ്റ്റ് ഡേ എന്തായാലും പോയി കാണും. കാണാൻ പറ്റൂല. ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ പോയി കാണും. കാരണം ആ സിനിമ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു ആക്ഷൻ കോമഡി സിനിമ മലയാളത്തിൽ മിസ് ചെയ്യുന്നതുകൊണ്ടും എനിക്കിഷ്ടമുള്ള ഒരു ഐഡൽ ആക്ടർ ആ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ചെയ്യുന്നതുകൊണ്ടും ഒക്കെ തന്നെയാണ്. അതല്ലെങ്കിൽ കൂടിയും ഒരു സിനിമയുടെ അപ്ഡേറ്റ്സ് എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ എനിക്ക് കാണണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി, ആ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അത് പോയി കാണും. അതിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല. അത് ആരഭിനയിച്ചു എന്നുള്ളതല്ല, അവരുടെ വ്യക്തിത്വത്തെ പറ്റിയല്ല ഞാൻ അവിടെ അഭിപ്രായം പറയുന്നത്. ആ ആക്ടർ എന്ത് ചെയ്തു എന്ന് വേണമെങ്കിൽ അഭിപ്രായം പറയാം. സിനിമയെ പറ്റി മാത്രമാണ്. ആ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ലുക്ക് ഔട്ട് പോസ്റ്റർ ഒന്നും കണ്ടിട്ട് എനിക്കങ്ങനെ കാണാനായിട്ടുള്ളൊരു സംഭവം തോന്നിയില്ല. ഞാൻ സെലക്റ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. നല്ലതാണെങ്കിൽ കാണും. പിന്നെ ഇങ്ങനെ ഒരു കേസ് ഉള്ളതുകൊണ്ടും ലൈക്ക് അയാളൊരു കൺവിക്റ്റ് ആണ് എന്ന് കുറച്ചെങ്കിലും പെർസെൻറ്റേജ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കാണാൻ ഒട്ടും ചാൻസ് ഇല്ല. അപ്പോൾ ഈ ആഹ്വാനത്തെ അല്ലെങ്കിൽ ബാൻ ചെയ്യണം കാണാതിരിക്കണം എന്നുള്ളൊരു ആഹ്വാനത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഒരു മൊത്തത്തിലുള്ളൊരു അഭിപ്രായം വരേണ്ട ആവശ്യമില്ല. ഒരു പേഴ്സണലായിട്ട് അങ്ങനെ നോക്കിയാൽ മതി എന്നുള്ളതാണ്. അങ്ങനെയല്ല, എല്ലാവരുടെയും കാര്യം പറയാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ പേഴ്സണലി നോക്കി കഴിഞ്ഞാൽ ലൈക്ക് ബാൻ ചെയ്യണമെന്നൊന്നും പറയത്തില്ല. പക്ഷെ അയാളിങ്ങനെ ലൈക്ക് ഇങ്ങനെ ആ ഒരു ആക്ടറിന് ഇത്രയും കിടന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഈ കുറ്റാരോപിതർ അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടവരെയൊക്കെ ഈ സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണെന്നൊരു അഭിപ്രായമുണ്ടോ? അതുണ്ട്. കാരണം ബാക്കിയുള്ളവരെ നമ്മൾ ലൈക്ക് ഇപ്പൊ പറയുന്ന ഗോവിന്ദചാമിയോ വേറെ എന്ത് ആൾക്കാരാണെങ്കിലും നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ടാണ് ലൈക്ക് ഒരു പബ്ലിക് അങ്ങനെയാണല്ലോ നോക്കുന്നത്. ഇയാളൊരു ആക്ടർ ആണെന്നുള്ളൊരു പേരിൽ പ്രത്യേകിച്ച് പ്രിവിലേജും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിനിമയാണ്, സിനിമ ഒരു ആർട്ടാണ്. അപ്പോൾ ആർട്ട് കൺസീവ് ചെയ്യുന്ന ആൾക്കാർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു പേഴ്സണലായിട്ട് ഒരാൾ അയാളുടെ കാര്യം ചെയ്യുന്നത് അയാൾ ആർട്ടിലൂടെ ചെയ്യുന്നത് തമ്മിൽ രണ്ട് വ്യത്യാസമാണ്. അപ്പോൾ ആരെങ്കിലും ആർട്ടിനെയാണ് സ്നേഹിക്കുന്നത് അയാൾക്ക് സിനിമ കാണാം. ഒരാളുടെ സിനിമയെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആർട്ടിനെ ബാൻ ചെയ്യും പോലെയാണ്. ഇത് കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ, ആർട്ടിസ്റ്റിക് വേലുള്ള സിനിമ ആയിക്കോട്ടെ, ഒരാളുടെ പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ട് അയാളുടെ ആർട്ടിനെ ഡിനൈ ചെയ്യുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ക്രൈം. ആളൊരു കുറ്റാരോപിതനായിരുന്നു. കുറ്റവാളികൾ എത്ര വേടൻ്റെ സിനിമ പാട്ടുകളാരും കേൾക്കുന്നില്ല, വേറെ ആരോപണമല്ല. പക്ഷേ വേടനോട് എനിക്ക് വെറുപ്പില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തുള്ള ഇരട്ടത്താപ്പുകൾ എന്തിനാണ്? ആവശ്യമില്ല. പോയി കാണും. സിനിമ നല്ലതാണെങ്കിൽ പോയി കാണും. സിനിമ നല്ലതാണെങ്കിൽ സിനിമയെ പ്രോത്സാഹിപ്പിക്കും, കൊള്ളില്ലെങ്കിൽ കുറ്റം പറയും, അത്രേ ഉള്ളൂ. അല്ല വ്യക്തിപരമായിട്ട് അഭിപ്രായമില്ല. മൊത്തത്തിലുള്ള ഈ ഒരു ആഹ്വാനത്തോടെ എങ്ങനെയാണ്? ദിലീപ് കുറ്റവാളിയോ അല്ലോ എന്ന് എനിക്കറിയില്ല. അത് കോടതിയുടെ തീരുമാനമാണ്. അത് ഇനി കുറ്റവാളിയാണെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട ആൾ പോവും, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ആൾ അനുഭവിക്കും. അല്ല നമുക്കൊരു നേട്ടമില്ല. സിനിമ ചെയ്യുന്നു, സിനിമ കാണുന്നു, ഇഷ്ടപ്പെടുന്നവർ കാണുന്നു, അത്രേ ഉള്ളൂ. ദിലീപിന്റെ സിനിമകൾ കാണരുത് എന്നൊന്നുമില്ല, സിനിമയായിട്ട് എടുക്കുക. പക്ഷെ അതിനൊരിക്കലും ന്യായീകരിക്കുന്ന രീതിക്ക് സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ അതിനെ എടുക്കരുത്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ ദിലീപിന്റെ മാത്രമായിട്ടൊന്നല്ല, പിന്നിൽ നിർമ്മാതാക്കളുണ്ട്, സംവിധായകനുണ്ട്, മറ്റ് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം മൊത്തത്തിൽ ആ ഒരു സിനിമേനെ ഒരു വിദ്വേഷ രീതിക്ക് എടുക്കുന്നതിന് പകരം
ഇതിൽ ഈ കേസിൽ ആ അതിജീവിതയുടെ കൂടെ നിൽക്കുക. പിന്നെ സിനിമ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ എടുക്കണം എന്നുള്ളത്. ഈ ഒരു കേസിനുള്ള ദേഷ്യം കൊണ്ട് കാണാതിരിക്കേണ്ടവർക്ക് കാണാതിരിക്കാം, പക്ഷെ കാണണം എന്നുള്ളവർക്ക് കാണാം. അതിന് പുറകിൽ വേറെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ സിനിമേനെ സിനിമയായിട്ട് കാണുക. പിന്നെ ദിലീപ് മാത്രമല്ലല്ലോ ഇപ്പൊ സിനിമ എന്ന് പറയുന്ന സമയത്ത് അതിൽ ദിലീപ് അഭിനയിച്ചു എന്നുള്ളത് മാത്രമല്ലല്ലോ, അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെ ഉപജീവന മാർഗം ആ സിനിമയായിരിക്കും. അപ്പോൾ സിനിമേനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ദിലീപ് ഇതിൽ കുറ്റക്കാരനാണെങ്കിൽ ദിലീപിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം, അല്ലെങ്കിൽ അതങ്ങനെ അംഗീകരിക്കണം. നമ്മൾ അതിജീവിതന്റെ കൂടെയാണ്. ആ പറയുന്നവരോട് കൂടിയിട്ടാണ് ഞാൻ യോജിക്കുന്നത്. കാണണ്ടെന്ന് തീരുമാനിക്കുന്നവരോട് കൂടി യോജിക്കുന്നു. കാരണം ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്തരം വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരാളാണ് ദിലീപ്. അപ്പോൾ നേരത്തെ ഒരു പറഞ്ഞ മാതിരി അതിന് പിന്നിൽ ഒരുപാട് മനുഷ്യരുണ്ടായിരിക്കാം ഒരു സിനിമ രൂപീകരിക്കണം. പക്ഷെ ആ മുഴുവൻ മനുഷ്യർക്കുള്ള സാമ്പത്തികം നൽകാൻ വേണ്ടി മാത്രം ശേഷിയുള്ളൊരു ആക്ടർ കൂടിയാണ് ദിലീപ്. അപ്പോൾ ഇത്തരത്തിലൊരു ഇൻഡസ്ട്രിയിലെ ഒരു വലിയ വിഭാഗത്തിനെ മുഴുവൻ വാങ്ങിക്കൊണ്ട് തൻ്റെ സിനിമകൾ ഇറക്കുകയും അപ്പോൾ ഇത്തരത്തിൽ നിസ്വാർത്ഥമായിട്ട് അല്ലെങ്കിൽ നിഷ്കളങ്കമായി ചിന്തിക്കുന്നവർക്ക് പോലും അത് ബാക്കിയുള്ളവരുടെ ജീവിതമാർഗം കൂടിയാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ആ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശേഷി ദിലീപിനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ കൂടി തള്ളിക്കളയുമ്പോൾ അവളാണ് നമ്മുടെ പ്രതിഷേധം അല്ലെങ്കിൽ നമ്മുടെ ഒരു സമീപനം അവൾക്കൊപ്പം എന്നുള്ളത് പൂർണ്ണമായിട്ട് തീരുള്ളൂ. നേരെ തിരിച്ച് നമ്മൾ പറഞ്ഞത് മാതിരി ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ ഈ സിനിമയെ അവർ സാമ്പത്തികമായിട്ട് മാത്രമല്ലല്ലോ, അവരുടെ ഒരു പാഷനായിട്ട് ജീവിതമാർഗമായിട്ട് അതിനപ്പുറത്തേക്ക് എല്ലാമായി കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടി ആ നിലപാടിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഏറ്റവും ചെറിയ ആർട്ടിസ്റ്റ് മുതൽ ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് വരെ ദിലീപ് പങ്കെടുക്കുന്ന സിനിമയാണോ ഞാൻ പങ്കെടുക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാട് പറയുമ്പോഴാണല്ലോ ഇപ്പോഴും കലകളൊരു പ്രതിരോധത്തിൻ്റെ മാർഗം കൂടിയാണല്ലോ. ആ പ്രതിഷേധവും പ്രതിരോധമായിട്ട് കലകൾ മാറണം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ദിലീപിൻ്റെ സിനിമകൾ ഞാനൊരിക്കലും കാണില്ല, കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. കേരള സമൂഹം എന്നും സ്ത്രീപക്ഷത്ത് നിന്നിട്ടുള്ള സമൂഹമാണ്. പക്ഷേ നമ്മൾ പ്രായോഗിക തലത്തിൽ പലപ്പോഴും അത് പുരുഷപക്ഷത്താണ് താനും. ഇതൊരു വളരെ എന്താ പറയുക വൈരുദ്ധ്യം നിറഞ്ഞ ഒരു അവസ്ഥയാണ്. ഈ സിനിമയുടെ ലോകത്തേക്ക് നമ്മൾ പോകുമ്പോഴും സിനിമ നമ്മളോട് സ്ത്രീപക്ഷത്ത് നിൽക്കണം, നമ്മുടെ എന്താ പറയുക നിലപാടുകളൊക്കെ നിരന്തരമായിട്ട് നവീകരിക്കുന്ന ഒരു മാധ്യമമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ സിനിമ കാണുന്നതും സിനിമ കാണാൻ ഇത്രയൊക്കെ പൈസയൊക്കെ ചിലവഴിച്ചും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചും വരുന്നത്. ആ സിനിമയുടെ മേഖലയിലാണ് സ്ത്രീകൾക്ക് ഇത്രയും ക്രൂരമായ അനുഭവങ്ങൾ. അത് ഈ ഒരു നടിയുടെ അല്ലേ അവരുടേത് മാത്രമല്ല, അതിനെ തൊട്ട് ഒരുപാട് നമ്മുടെ മനസ്സിനെ പൊള്ളിക്കുന്ന നിരവധി അനുഭവങ്ങളുടെ ചുരുളുകൾ ഇതിന് ശേഷം പുറത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു അനുഭവത്തിൽ പെട്ടുപോകുന്ന ഒരു വ്യക്തി നിർഭാഗ്യവശാൽ ഇവിടെ അത് സ്ത്രീയാണ്. ആ സ്ത്രീ അതിൻ്റെ തുടർച്ചയായി അനുഭവിക്കേണ്ടി വരുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരവസ്ഥ അതൊരു പക്ഷേ സാധാരണ നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് പീഡനാനുഭവങ്ങളിലുള്ള ഒരാൾ നമ്മൾ പറയല്ലോ കോടതിയിൽ പോയിക്കോ നമുക്ക് നീതി ലഭിക്കുന്നു. പക്ഷെ ആ കോടതിയിലേക്കുള്ള വഴികൾ ഈ പീഡനത്തോളം ദുർഘടമാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ പ്രതിഭാഗം വക്കീലന്മാരുടെ ഒരു വലിയൊരു നിരയാണ് ഇവർ ഈ കോടതിയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ അവരുടെ ചരിത്രം ഉൾപ്പെടെയുള്ള എല്ലാം പിച്ച് ചീന്തുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ആ അനുഭവത്തോളം ഇത് പീഡിപ്പിച്ച അനുഭവത്തോളം ദുരന്തപൂരിതമായിട്ടുള്ള അനുഭവമാണ്. അവിടെ മാത്രം തീരുന്നില്ല. നമ്മുടെ മാധ്യമങ്ങൾ നമ്മളിപ്പോൾ ഇതൊരു മാധ്യമത്തിൽ നിന്നാണ് പറയുന്നത്. മാധ്യമങ്ങൾ ചിലപ്പോൾ അവരുടെ റേറ്റ് കൂട്ടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അജണ്ടകൾ വെച്ചോ ഇത്തരത്തിലുള്ള ദിശയിലേക്ക് വളരെ എളുപ്പത്തിൽ പോകുന്നതായിട്ടും ചെന്ന് വീഴുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു കാണാപ്പുറങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ അടരുകളെന്നോ പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിശയിൽ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കാണരുത് എന്ന് പറയുന്നവരുടെ പക്ഷത്തോട് ഞാൻ നിൽക്കാൻ നിൽക്കുക. സാധാരണഗതിയിൽ നമ്മൾ സ്വാതന്ത്ര്യം തെറ്റായാലും ശരിയായാലും അത് വിളിച്ചു പറയാനുള്ള ഒരവകാശം, അത് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനും താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാനുള്ള ഒരു അവകാശം വേണമെന്നാണ് നമ്മുടെ ജനാധിപത്യ ബോധ്യങ്ങളുള്ള ഞങ്ങളൊക്കെ പറയുക. പക്ഷേ ഇവിടെ ഈ അത്തരമൊരു ജനാധിപത്യ ബോധ്യം
ആ ക്രൂരത അനുഭവിച്ചവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ്. അതുകൊണ്ട് ഞാൻ പറയുക, ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കേരളം പോലുള്ള ഒരു വളരെ വിശാല മനസ്കതയുള്ള സ്ത്രീയെ പുരുഷനോടൊപ്പം തുല്യതയോടു കൂടി കാണാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ളവർ പറയാ. Subscribe to One India and never miss an update.